ഇന്ത്യൻ റെയിൽ പറഞ്ഞിരുന്നു രാവിലെ സ്വർണ്ണവില നേരിയ രീതിയിൽ തകർച്ച നേരിട്ടിരുന്നു എന്ന്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വൻ തകർച്ച സംഭവിച്ചു എന്നും പറഞ്ഞിരുന്നു. വൈകുന്നേരത്തേക്ക് ആ തകർച്ചയുടെ തോത് മെല്ലെയൊന്ന് കുറഞ്ഞു. 7 മണി സമയത്തേക്ക് അത് ഒരു ന്യൂട്രൽ റേഞ്ചിലേക്ക് വന്നു. എന്നാൽ രാത്രി സമയത്തേക്ക് സ്വർണ്ണവില അതിഭയങ്കരമായ രീതിയിലാണ് ഉയർന്ന് പൊങ്ങിയിട്ടുള്ളത്. എന്തെന്നറിയാത്ത രീതിയിൽ വൻ ഉയർച്ച. ഇപ്പോഴും ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും സ്വർണ്ണവില അർദ്ധരാത്രിയിലേക്ക് വില ഉയർന്നു പൊങ്ങുകയാണ്. $1863 ഒരു ഔൺസ് ഗോൾഡിന് വരുന്ന ലെവലിൽ ആഗോള വിപണിയിലും സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയർന്ന് പൊങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. ഇന്ന് വില തകർന്നടിഞ്ഞ് 1831 റേഞ്ചിലേക്ക് വരെ എത്തിയിരുന്നു. പക്ഷേ ആ ഗർത്തത്തിൽ നിന്നും ന്യൂട്രൽ ആവുക മാത്രമല്ല ചെയ്തത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, രാത്രിയിൽ അമേരിക്കൻ വിപണികളിലൊക്കെ, ഇന്ത്യൻ സമയം രാത്രിയിൽ അമേരിക്കൻ വിപണികളിൽ വൻ മാറ്റങ്ങൾ വരാറുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഞാൻ പലപ്പോഴും പല വീഡിയോ ചെയ്യുമ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ സ്വർണ്ണവില തകർന്ന് കിടക്കുകയാണ്, പക്ഷേ രാത്രിയിൽ ഇന്ത്യൻ റിയൽ ഒരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടുള്ളൂ എന്ന് പറയാൻ കാരണം ഇത് തന്നെയാണ്. പുടുന്നനെയുള്ള ചില പ്രതിഭാസങ്ങൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ വൻ ചാഞ്ചാട്ടമാണ് സംഭവിച്ചത്. 1.73 എത്രയാണോ പെർസെൻറ്റേജ് എനിക്ക് ശരിക്കും അറിയത്തില്ല. എനിവേ മോർ ദാൻ 1 ആണ്. 1.34 or 1.74 സംതിങ്, മോർ ദാൻ 1. എനിവേ അത്രയും പെർസെൻറ്റേജ്, അതും തകർന്ന നിലയിൽ നിന്നാണ് ഉയർന്നു പൊങ്ങിയിട്ടുള്ളത്. ഇന്ത്യൻ റിയൽ അവസാനത്തേക്ക് ഈ വീഡിയോ വെക്കാനും കാരണം ഒരു 7 മണിയുടെ ശേഷം സ്വർണ്ണവില തകരുന്നുമുണ്ട് ഉയരുന്നുമുണ്ട്. ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇത്രയും രാത്രിയായി വെച്ചിട്ടുള്ളത്. അതായത് ഇന്നിപ്പോൾ കേരളത്തിലുള്ള വില 36,720 രൂപ ആണല്ലോ. ആ സ്വർണ്ണവില നാളെ 37,000 രൂപയുടെ മുകളിലേക്ക്, അല്ലെങ്കിൽ 37,000 ആകുന്ന രീതിയിലുള്ള ഒരു കൂട്ടൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. ഇന്ന് റിയൽ സൺഡേയും സാറ്റർഡേയും എല്ലാം പറഞ്ഞിരുന്നു ഈ ആഴ്ച വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില തകർന്ന് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഴ്ചയിൽ വില $1,900 ഒക്കെ മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ളതെന്ന് വിദഗ്ധർ വിലയിരുത്തിയ ഒരു ആഴ്ചയാണ്. അതിനിടയ്ക്ക് ഫൈസർ എന്ന് പറയുന്ന വാക്സിൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് മാത്രമേ നോക്കാനുള്ളൂ എന്നും പറഞ്ഞു. അതായത് ഈ ആഴ്ച വില കൂടാൻ സാധ്യതയുണ്ടെന്ന് പലരും പറഞ്ഞപ്പോഴും ഇന്ന് രാവിലെ വൈകുന്നേരം വരെ 5 മണി വരെ വില തകർന്ന അവസ്ഥയിലായിരുന്നു. ആ സമയത്തോടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നാളെ കേരളത്തിൽ വില ഇടിഞ്ഞേനെ. എന്നാൽ ഈ കോവിഡ് പ്രതിസന്ധിയുടെ ആഘാതം തന്നെ സ്വർണ്ണവിലയെ വൻ ഉയർച്ചയിലേക്കാണ് രാത്രി സമയത്ത് കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ റിയൽ ഇന്ന് രാത്രി പറയുന്നു നാളെ കേരളത്തിൽ സ്വർണ്ണവില കൂടും എന്നുള്ളതാണ് പറയുന്നത്. ഉച്ചയ്ക്കുള്ള കാര്യത്തെ നമ്മൾ അത്ര ആക്റ്റീവായിട്ട് എടുക്കണ്ട. കാരണം ഇന്ത്യൻ സമയം ഉച്ചയാകുമ്പോൾ ലോകത്തിൻ്റെ പല മാർക്കറ്റുകളിലും അത് ആ സമയമാവില്ല, ആവാത്ത സമയമായിരിക്കാം, ഇനാക്റ്റീവായ ഒരു സമയമായിരിക്കാം. അതായത് സെല്ലേഴ്സും ബയേഴ്സും തമ്മിലുള്ള ആ റേഷ്യോ, അതിലുള്ള ഒരു മാറ്റം തന്നെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചത്. അല്ലാതെ ഇൻഫ്ലേഷനൊക്കെ അല്ലെങ്കിൽ പണപ്പെരുപ്പമൊക്കെ ചെറിയ രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ചെറിയ പെർസെൻറ്റേജേ ഉണ്ടാവുള്ളൂ. ഇത് ഹ്യൂജ് രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡിലേക്ക് വന്നിട്ടുള്ള ഒരു പ്രതിഭാസം മാത്രമാണ്. മാനിപ്പുലേഷൻ കാരണം തകർന്ന സ്വർണത്തെ ഇത്രയും ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതുപോലെ സ്വർണ്ണവില വരാൻ പോകുന്ന ദിവസത്തെ സ്വർണ്ണവില വസ്തുതകൾ വിലയിരുത്തിയതിനു ശേഷം കൃത്യമായി ഇടവേളകളില്ലാതെ നിങ്ങളിലെത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.